ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? ഇന്നലെ നമ്മളെ ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അല്ലേ, ഇന്നലെ ലൈവ് കാണാത്ത പോലെ ആരെയും ഉണ്ടോ? 8 മണിക്ക് ലൈവ് ഇട്ടീനു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഇന്ന് നേരത്തെ എണീച്ച് പരിപാടിയൊക്കെ തീർത്ത് മിന്നുവിനെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചതാണ് കേട്ടോ. ഫുഡായാലും കുറുക്കായാലും ഒക്കെ അവളെ പാകത്തിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ്. ഞാനൊക്കെ പോകാനുണ്ട്. ഓളടുത്തേക്കാണ് പോകുന്നത്. ഓളിപ്പോൾ കൊണ്ടുപോകുന്നില്ല. ആടെ കുറച്ച് ക്ലീനാക്കുവാൻ പോവുക. ആടെ ഏകദേശം ഇവളൊരു 8 മാസത്തോളം ഇവള് നിന്നുകൊണ്ട് തന്നെ ഓലിക്ക് അങ്ങനെ ക്ലീനിങ് ഒന്നും നടന്നിക്കില്ല. കാരണം പൊടിയെല്ലാം വാവക്കെല്ലാം പ്രശ്നമാണല്ലോ. അപ്പോൾ ആടെ പിന്നെ ഉമ്മാക്കും സുഖമില്ല, ഉപ്പാക്കൊന്നും സുഖമില്ല. നല്ലോണം ക്ലീനാക്കുവാനൊന്നും നല്ല കച്ചറയായിരിക്കുക. വീട്ടിൽ പൊടിയും കാര്യങ്ങളായിട്ട് ഭയങ്കര കച്ചറയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇന്നാടെ ഫുള്ള് ക്ലീനാക്കലാണ്. വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നല്ല രീതിയിൽ ക്ലീനാക്കാനുണ്ട്. എൻ്റെ മോളെല്ലാം പായലൊടിച്ചിട്ടില്ല. നാട്ടിലെ പുതിയ കുട്ടികളാ? ഇതിപ്പം പ്രസവിച്ചാ? ഇപ്പൊ ഈ ഒരാടേ ഉള്ളൂ? ഈ ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലേ? ആ ആ ആ ശരി. 3 ഒരു കുട്ടനല്ലേ? ആ മരുന്ന് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ക്ലീനാക്കാനുള്ള പോർച്ചിൽ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ പുല്ലും കാര്യമെല്ലാം കേട്ടോ ഉള്ളത്. ആദ്യം ഇതം കഴിച്ച ആളാണ്. ഇതിങ്ങനെ കെട്ടണല്ലോ. മറ്റേ വേറൊരു വഴിയുണ്ട്, ഇങ്ങനെ മുകളിൽ കൂടെ ഒരു കയറ് കെട്ടിയിട്ടുള്ള നമ്മളെ കർട്ടൻ പോലെ ഇങ്ങനെ നീക്കുക. ഈ കയറ് കൊണ്ട് കെട്ടിയത് ഒഴിവാക്കിയാൽ മതി. മറ്റൊരാണിങ്ങനെ അടിച്ച് ഇങ്ങനെ കർട്ടൻ പോലെ ഇങ്ങനെ നീക്കുക. ഇതുണ്ടല്ലോ, ഒരു വീട്ടിൽ ഞാൻ പോയാലും കണ്ടതാ. ഇത് കാരുന്നതിന് ആട് കാരുന്നതിനാണ് കേട്ടോ ഇങ്ങനെ. എല്ലാം കച്ചറയാക്കി. ഇതാ സോഫയാ? എന്ത് സോഫയാ? അത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ സോഫേൻ്റെ പ്രശ്നം ഇത് പണി കൂടുതലാ. പ്ലൈവുഡ് അല്ലല്ലോ, നല്ല മരമായതുകൊണ്ട്. പ്ലൈവുഡ് ആകുമ്പോൾ ഈ സുഖം ഇങ്ങനെ കവർ ചെയ്തെടുക്കും. അത് അത്രയും പൈസ പറയുന്നത്. ഒഴിവാക്കുന്ന ആർക്ക്? 3 കോടി അല്ലേ? ഇത് 3 കോടി. അത് സുഖാ. എല്ലാം കച്ചറയായിരിക്കും. എല്ലാം അമീസേ, നീ ഓടുന്ന ഇന്ന് സ്കൂളില്ല? ഇതാ ലൈറ്റ് മൊത്തം സെറ്റാക്കണം. ഓരോന്നിങ്ങനെ ആദ്യം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചെയ്ത് ക്ലീനാക്കി കഴിഞ്ഞിട്ടുള്ള രൂപം അങ്ങ് കാണണമല്ലോ. അപ്പോൾ ആദ്യം ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ക്ലീനാക്കാം. ഫാനായാലും ഇതാ എല്ലാം അഴുക്കും സീനും ഒക്കെ ആണ്. എല്ലാം അലങ്കോലാണ്. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അല്ലേ? നിങ്ങളെല്ലാം പോരേൻ്റെയോ ഇങ്ങനെ കുറേ ക്ലീനൊക്കെയാണ്. പിന്നെ ഡെയിലി ഇങ്ങനെ നീറ്റിൽ കൊണ്ടു നടക്കുന്നവരുണ്ടാവും. പിന്നെ അങ്ങനെ പല റീസണാണ്. പിന്നെ അവിടുത്തെ ഒരു സ്ഥിതി പറഞ്ഞല്ലോ. പിന്നെ ഇന്ന് ഇത്രയും 8 മാസത്തോളം ഇവിടെ ആയിട്ട് ഇവർക്ക് അങ്ങനെ നല്ല രീതിയിലൊന്നും ക്ലീനാക്കൽ നടന്നിക്കില്ല. പിന്നെ ഉമ്മാക്കും അത്ര എനർജി ഇല്ല. ഓരോ അസുഖങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ. ഇതിൻ്റെ മുകളിലുള്ളതെല്ലാം മാണ്ടിയതാ. ഇതെല്ലാം ഒരു എടുത്ത് വെക്കുവേ. ക്ലീനിങ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ വന്നിട്ട് ക്ലീൻ ചെയ്യുന്ന അവിടെയാണ്. അതൊന്നുമല്ല, ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു ടീമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ കച്ചറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ക്ലീനിങ് അല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ പൊടിയും മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ടീംസ് ഇപ്പോൾ ഒരുപാട് അങ്ങനത്തെ ടീമുകൾ നമ്മളെ നാട്ടിലുണ്ട്. അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടീമാണ് ഇവിടെ വരാൻ പോകുന്നത്. അവരുടെ ക്ലീനിങ് എങ്ങനെയാണ് എന്നുള്ളതും എന്തൊക്കെ ക്ലീനാക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരിപ്പോൾ എത്തും. കോഴിക്കോട് നിന്ന് വരുന്നതാണ് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് അവരിങ്ങെത്തി. ക്ലിയർ കാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ. ഇവർ കോഴിക്കോട് ബേസ് ആയിട്ട് ഉള്ളതാണ്. ഒരുപാട് വർഷം 3 വർഷത്തിൻ്റെ എല്ലാം മുകളിലായിട്ട് സർവീസ് ഉള്ള ടീമാണ് കേട്ടോ. ഫ്ലാറ്റുകളായാലും വീടുകളായാലും ഓഫീസായാലും ഒക്കെ നല്ല രീതിയിൽ ഇവർ ക്ലീനാക്കും. ക്ലിയർ കാരീസ് സെറ്റ് ടീമാണ്. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ പല ആളുകളുണ്ടാവും ക്ലീനിങ്ങിനൊക്കെ പെണ്ണുങ്ങളൊന്നും കിട്ടാണ്ട് അടങ്ങാറാകുന്നൊക്കെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവരെ വിളിച്ചാൽ സ്ക്വയർ ഫീറ്റിനാണ് ഇവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് നല്ല ലിക്വിഡും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വരിക. മെഷീൻസും ഒക്കെ ഉണ്ടാവും. ഇവർ ചെയ്യുന്ന സർവീസസാണ് വണ്ടീൻ്റെ മുകളിൽ കണ്ടത് കേട്ടോ. MEP മെയിൻ്റനൻസ്, റൂം, ഫ്ലാറ്റ് ഒക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും, പിന്നെ വീട് ഷിഫ്റ്റിങ്ങിൻ്റെതായാലും ഒക്കെ ഇവരൊന്ന് വിളിച്ചാൽ മതി. വീടിൻ്റെ എല്ലാ മെയിൻ്റനൻസ് വർക്കും നല്ല ഉത്തരവാദിത്തത്തോടു കൂടി പെർഫെക്റ്റ് ആയിട്ട് ഇവർ ചെയ്യും കേട്ടോ. അപ്പോൾ മെഷീൻ കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ പൊടിയെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആവും. നമ്മൾ അടിച്ചു വാരി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ പൊടിയും അങ്ങ് പോയി പെർഫെക്റ്റ് ആയിന്ന്. ശരിക്കും യഥാർത്ഥത്തിൽ ഇതേപോലെ മെഷീനൊക്കെ ഉപയോഗിച്ച് പൊടിയൊക്കെ വലിച്ചെടുത്താലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുള്ളൂ എന്നുള്ളൊരു സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വൺസ് ഒരു നിങ്ങൾക്കാവുന്ന പോലെ എന്തെങ്കിലും ഒരു പീരീഡ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഓരോ റൂമായിട്ടും അത്രയും പെർഫെക്റ്റോടുകൂടി 1 ഇഞ്ച് പോലും വിടാണ്ട് ഇവർ അലമാറയാലും ഒക്കെ മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ക്ലീനാക്കി എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെ അടുക്കി വെച്ചിട്ട് നമുക്ക് ഒരു അവരെന്തൊക്കെ എടുത്ത് മാറ്റിയോ അതൊക്കെ അവർ തന്നെ പൂർവ്വസ്ഥിതിയിൽ വെച്ചിട്ടേ അവിടെ നിന്ന് പോവുള്ളൂ. ഒരു പണിയെടുത്തങ്ങ് പോയി നമുക്ക് അതിൽ ഇരട്ടിപ്പണി എന്നുള്ള കാര്യമില്ല. ഇവരത്രയും പെർഫെക്റ്റായിട്ട് കട്ടിലെല്ലാം തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടി വരെ പോക്കി ആ കട്ടിൽ മര്യാദയ്ക്ക് വെച്ച് അതിൻ്റെ മുകളിൽ ബെഡും വെച്ച് എല്ലാം പഴയ പടി തന്നെ സെറ്റാക്കി വെച്ചിട്ടാണ് ഇവരിവിടുന്ന് പോവുള്ളൂ. ക്ലീനിങ്ങിന് വേണ്ടി 2 റൂമിൽ എല്ലാ സാധനവും എടുത്ത് ഹാളിൽ വെച്ചാണ്. അപ്പോൾ 2 റൂമും സെറ്റായി കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ തിരിച്ച് അതേപോലെ വെക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള കച്ചറയൊക്കെ കണ്ടോ. ഇതൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ വന്നടിയുന്നതാണ്. ഗായ്സ് ഇവരവിടെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മെല്ലെ അങ്ങ് പുരയിലേക്ക് പോട്ടെ. ചോറ് വെക്കണം. പോയിട്ട് ഓളവിടെ ഒറ്റക്കാണല്ലോ. അപ്പോൾ നല്ല ടെൻഷനുണ്ട്. പിന്നെ കുഞ്ഞോടെ ഒറ്റക്കാണ്. രാവിലെ എല്ലാം ആക്കിയിട്ട് വന്ന് കുറുക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്ന്. ഇന്നലത്തെ കറിയുണ്ട്. ഇനിയിപ്പോൾ ചോറ് വെച്ച് നോക്കണം. ഓലെ സ്ഥിതി എന്നാണ് പോയി നോക്കട്ടെ. ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി വരാം. ക്ലീനിങ് കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടില്ലേ. ഓക്കെ. നല്ല ക്ലിയർ കാരീസ് എന്ന് പറഞ്ഞ ടീം അടിപൊളിയാണ് കേട്ടോ. ഇവർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മെഷീനൊക്കെ എടുത്തിട്ട് വാക്കം ക്ലീനർ മെഷീനൊക്കെ ഉണ്ട്. ഒരു പൊടിയില്ലാണ്ട് ഇവിടെ സെറ്റാക്കും. ഇത് പിന്നെ ടയർ വത്തിൽ ഇവിടുന്ന് ഓടിയാ ഇനിയിപ്പോൾ ചുടുവാൻ ഒരാളെയും കൂടി കിട്ടിയാൽ മതി അല്ലേ. അത് അവിടെ വെച്ച് ഞാൻ തൂക്കിക്കോളൂ. അതെന്നാ ഒരു പൊറാട്ടയേ ഉള്ളൂ. കറിയാ? ഇല്ല സ്കൂളിൽ പോയിക്കാം. അപ്പോൾ നല്ല കുറച്ച് പിന്നെ അരിപ്പൊടി റെഡിയാണ് കേട്ടോ. ടയർ വത്തലിനിട്ട് വടയരക്കാർ പൊടിക്കുന്ന പോലെ പൊടിപ്പിച്ചതാണ് ഇത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇവിടെ പുറത്തൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഉള്ളിൽ കാണുന്നില്ല. നമ്മൾ അടുക്കളയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോറ് വെക്കണം. അപ്പോൾ പിന്നെ ഒരു 3 മണിക്കങ്ങനെ എനിക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അതുപോലെ ലാസ്റ്റ് ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ അവിടെയുള്ള കുറച്ചുകൂടി വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ ചോറ് വെക്കട്ടെ മോളെ. ആറിയിട്ടല്ല രാത്രി ആകുമ്പോഴേക്കും ഇങ്ങ് എടുക്കണേ. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ലൈവിൽ അതെല്ലാം കണ്ട വിഷയമാണ്. അപ്പം മിന്നു തിളങ്ങുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളെ പത്തിരിൻ്റെ പൊടിയിടുക. പത്തിലിൻ്റെ നല്ല ടയർ പത്തിലൊക്കെ ചൂടുന്ന. ഇനി ചുടുവാനുള്ള ഒരാളെ ഇങ്ങ് റെഡിയാകണം. വടയിലുള്ള പെണ്ണുങ്ങളാരുണ്ടോ ഇവിടെ? 2 ദിവസത്തേക്ക് ഒന്ന് ഇവിടെ വന്ന് പത്തിലെല്ലാം ചുട്ട് വന്നിട്ട് പോവാ. ലൈനോ വാടക കിക്കാവല് എന്തറിയാന്ന്? ശരി, അങ്ങനെ കിട്ടിയതാട്ടോ. വടേരക്കാർ ഇമ്പൈക്കെല്ലാം വാടക വെക്കുന്നതുകൊണ്ട് ഓല് പൊടിപ്പിക്കുന്ന ഒരു കടയെന്ന് എൻ്റെ ആലാ. അപ്പം ഈ പൊടി നമ്മൾ അതിലേക്ക് ആക്കുക. പക്ഷേ അരി കഴുകി അടുപ്പത്ത് വിടട്ടെ, എന്നിട്ട് വേണം. അപ്പം അങ്ങേക്ക് ചെന്ന് നോക്കാം വേഗം. നേരെ ഇല്ല തീരെ. എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ചോറ് ഒക്കെ ആക്കട്ടെ. കറി പിന്നെ ഇന്നലെ രാത്രി വെച്ചുണ്ട്. ലേശം ചൂടുവെള്ളം ചേർത്താൽ നല്ല പിയാപ്പിളൊക്കെ പറയാ.
ലേശം ചൂടുവെള്ളം ചേർത്ത് ഇളക്കിയായിട്ട് മതി. എന്തിനാ വെറുതെ കറിയെല്ലാം വെച്ചിടുന്നല്ലേ. എന്നാ പോയിക്കാ വിളിച്ചു നോക്കാം. പിന്നെ ചോറും എല്ലാം റെഡിയാണ്. പിന്നെ വീഡിയോ എടുക്കാന്നേ. ചോറെടുത്ത് തന്നിട്ട് പോണോ ഞാൻ? ഇപ്പം എല്ലാം റെഡിയാണ്. കുറച്ചുകൂടി വീഡിയോ എടുക്കാനുണ്ടല്ലോ അവിടെ പോയിട്ട്. അപ്പോൾ പോവുകയാണ്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഓലങ്ങ് മെയിൻറ്റെയിൻ ചെയ്തോളും. കുഞ്ഞിൻ്റെ കാര്യമൊക്കെ എല്ലാം സെറ്റാണ്. പക്ഷെ എന്നാലും എന്തോ ഒരു ടെൻഷനാണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഓളും കുഞ്ഞും അല്ലേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ് ഉള്ളുന്ന്. എത്രയും പെട്ടെന്ന് റെഡിയാവും. ഒരാളെ ഇവിടെ പണിക്ക് വെക്കണം, അല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരാളെ നോക്കണം നിർബന്ധമായിട്ട്. നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഇൻഷാ അല്ലാ ഒരാളിങ്ങനെ റെഡിയാകുന്നുണ്ട്. ഇൻഷാ അല്ലാ ഒന്നാം തീയതി മുതലൊക്കെ റെഡിയാകുമായിരിക്കും. അപ്പോൾ അവരേ ഒരു ടെൻഷനാണ്. ഞാൻ എന്തായാലും ഒന്ന് പോയി വരികയാണ്. അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വീഡിയോ കൂടി എടുത്തിട്ട് വേഗം വരാം. ഇവർ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ക്ലീനാക്കാൻ ഒരുപാടുണ്ട്. നമ്മൾ എറണാകുളമൊക്കെ നിന്നപ്പോൾ ഉമ്മ ഒരുപാട് കാലം നമ്മുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഉപ്പയൊക്കെ ഒറ്റക്കായിരുന്നു വീട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയും കുറേ ഇവിടെ ആളില്ലാണ്ടൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള കച്ചറകളും കാര്യങ്ങളും അതുമുണ്ട്. കിച്ചണിൽ തന്നെ ഇവർ ഓരോ റാക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ്. രാത്രി 9 മണി വരെ ഇവരിവിടെ ഉണ്ടേനു കേട്ടോ. അത്രയും നേരം ഇവരിവിടെ ക്ലീനാക്കി എന്നിട്ടും എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുക. ഈ റൂമെല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞിക്ക്. നല്ല റൂം മാറിയാണ്. നിങ്ങൾക്ക് ഫീല് മനസ്സിലാകുന്നില്ലേ? അതായത് ആദ്യമുള്ള രൂപവും ഇപ്പോൾ ഉള്ള രൂപവും അത്രയും നീറ്റായിട്ട് എല്ലാം സെറ്റാക്കി കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അല്ലേ. ഇതാ ഈ 2 റൂമും പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിക്ക് കേട്ടോ. ഓക്കെ, ഭയങ്കര സന്തോഷമായി മാഷാ അല്ലാ. നമ്മളെ വീട്ടിൽ ചെയ്യാനേനു ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ചു തന്നപ്പോൾ നമ്മളതിനെക്കാട്ടും ആവശ്യം ഇവിടെയാണ് കുറച്ച് നല്ലോണം കച്ചറയായിട്ടുള്ളത്. നമ്മളവിടെ ഇപ്പോൾ പെയിൻറ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. കുറച്ചൊരു പിന്നെ അവിടെ അത്രയല്ലേ ഏരിയയുള്ളൂ, പെട്ടെന്ന് കഴിയുമല്ലോ. ഇവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും റൂമും കാര്യങ്ങളും എല്ലാ ഇതും ഉള്ളത് കൊണ്ട് ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ലോണം അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് തുടച്ചങ്ങ് എടുക്കുന്നതാണ്. എല്ലാം ഒന്നും പറയില്ല, ഓരോന്നായിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? ഇവരെ നമ്പർ കാര്യമെല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആർക്കെങ്കിലും ഈ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. വീടായാലും ഫ്ലാറ്റായാലും ഓഫീസായാലും ഒക്കെ ഇവർ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യും. അതേപോലെ വീട് ഷിഫ്റ്റിംഗ്, ഓഫീസ് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ വീട്ടിലുള്ള എല്ലാ മെയിൻ്റനൻസും MEP മെയിൻ്റനൻസ് എന്തായിക്കോട്ടെ വീടിൻ്റെ മെയിൻ്റനൻസ് അതിനും ഇവർ റെഡിയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 9 മണിയാക്കി ഇവർ പോകും കേട്ടോ. അത്രയും നേരം വർക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അഴുക്കായി ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അത്രയും പെർഫെക്റ്റായിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ അവരിവിടുന്ന് പോയിട്ടുള്ളൂ. വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇങ്ങനെ ഒരു ടീം നമ്മളെ നാട്ടിലുള്ളത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ വിളിച്ച് ക്ലീനിങ്ങും കാര്യമെല്ലാം ഉണ്ട്, തീർച്ചയായിട്ടും ഇവരെ വിളിക്കണം കേട്ടോ. നമ്പറെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു പേടിയും നിങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ ആരും ഇല്ലാത്ത വീട് അടച്ചിട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു മാസത്തിലൊരിക്കലെല്ലാം ക്ലീൻ ആക്കുന്നത് നല്ല. എല്ലാവരും ഗൾഫിലെല്ലാം പോയി അങ്ങനെ അടച്ചിടുന്ന വീട്ടിലൊക്കെ അഴുക്കൊക്കെ നല്ലോണം വരും. അപ്പോൾ എല്ലാവരും